ശ്രീമകാവത്സവന്റെ ജലഗന്ധാതി പുഷ്പദ്രവ്യാദി കൊണ്ട് പൂജിച്ച് അഖിലാത്മ പ്രത്യാദിയോഗ്യ പുഷ്പദ്രാടത്തിലേക്ക് തങ്ങൾ സേവയെ ദിവസിക്കാലം പറഞ്ഞു ഓരോ ദിവസം എല്ലാവരും ദിവസം കണ്ണടച്ച് ചിത്രത്തെ ലീനമാക്കി ഭക്തന ഇങ്ങനെ ശിവഭാഗ്യമാകുന്നു അമൃതത്വമെന്ന് കേവല ധർമ്മരവസ്ഥകളെന്ന് പ്രധാനമെന്ന് സ്വോത്രത്താൽ വന്ന ഗാനമെന്ന് വ്യക്തമായ ചിത്തമനെ എല്ലാവരും സന്ധ്യയ്ക്ക് ആറാട്ട് കഴിഞ്ഞ് എല്ലാവരും ഇവിടെ കിടന്നിരിക്കണം. 19ാമത്തെ ചോദ്യം സമയത്ത് ഭഗവാന്റെ പൂജാനിധി പ്രകാരം കിട്ടിയ ആ തീർത്ഥം അത് ഭഗവാനാടും. അതെല്ലാവരും തളിച്ചതിന് ശേഷം ചടങ്ങുകൾ കഴിഞ്ഞിട്ട് വേണം നമ്മൾ വേദി വിട്ട് പോകാൻ. നിങ്ങൾ മൂന്നാളും അമ്പലത്തിലാണ് നമ്മുടെ ജാസ് ബാർ ചങ്ങരമത്ത് ജാസ് ബാറായി ചേർക്കുന്ന വഴി
എല്ലാവരും ഇനി ഇവിടെ ശ്രോതദക്ഷിണയാണ് ആദ്യം. അപ്പോൾ ശ്രോതദക്ഷിണ ഓരോരുത്തരായിട്ട് വന്ന് ആ ഭാഗവതം 4 തൊട്ട് ദക്ഷിണ വയ്ക്കുക. അതിനുശേഷം അവിടെ ലൈനായിട്ട് ഒന്ന് അറേഞ്ച് ചെയ്താൽ മതി. ശ്രോതദക്ഷിണയ്ക്ക് ലൈനായിട്ട് വരിക. ദക്ഷിണ സമർപ്പിക്കേണ്ട ആൾക്കാർ അധികം വൈകിക്കേണ്ട. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. പ്രവേശനം കൊടുത്തു എന്ന മാതിരി നമ്മുടെ തട്ടകത്തിലെ ക്ഷേത്രത്തിൽ വെച്ചാൽ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും വന്നിട്ട് ഇവിടെ പ്രവേശനം വയ്ക്കണം. പിന്നെ ഗതിക ഫലം കണ്ടിട്ട് ബാക്കിയോട് പറയും. കാരണം എന്താ ഫലത്തിൽ കണ്ടുവെച്ചാൽ ഞാനത് പറയുന്നതാണ്. ഓക്കെ, അപ്പം ഏതെങ്കിലും പേജ് മറിച്ചില്ല. എല്ലാവരും നാരായണ ജീവിക്കും. രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ രാമ ഹരേ. പന്ത്രണ്ട് മണി കഴിഞ്ഞ് വെച്ചാൽ വലതു ഭാഗം നോക്കിയിട്ടാണ് പറയാം. നമുക്ക് കിട്ടിയിരിക്കുന്ന ഭാഗം സൂര്യവംശ രാജോൽപത്തി. ഞാൻ 4 ലൈൻ വായിക്കുന്നു. ഇതില് 8ാമത്തെ ലൈൻ ചില്ല് വന്ന മോശമാണ്. അപ്പോൾ 8ാമത്തെ വന്നത് ശാന്നാണ്. ഞാൻ വായിക്കും. ശത്രുക്കളെന്നിയേ നിത്യവും ഉത്തമ കൃത്യാൽ പശുപിജാതി പ്രചാരക്ഷയും ശിക്ഷയും ചെയ്തു രാജ്യത്തെയും നന്നായി രക്ഷിച്ചു നാനാ പ്രജകളാൽ പൂജ്യനായി ദുഷ്ടനായി വാഴുന്ന നാളവനുടൻ അശ്വമേധത്തിനായി കൊണ്ടൊരുപ്പെട്ടതു വിശ്വമാകണ്ട. അതായത് ഇവിടെ ഒരു പുതിയ ഉണർവ് വരുന്നു എന്നാണ്. ഒരു സൂര്യോത്പത്തി കിട്ടിയവന്ന സൂര്യൻ എന്ന് പറഞ്ഞാൽ സൂര്യഭഗവാൻ ഉന്നതി മാത്രം. പക്ഷെ അതിലെ ഒരു വിഷയം വന്നിട്ട് അമ്പലത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ ലേശം ദോഷം ഉണ്ടാവാൻ സാധ്യത പറഞ്ഞില്ല. വരണ്ട. ഈ ക്ഷേത്രം 20 കിലോമീറ്റർ ചുറ്റളവിലാണ് അതിന്റെ ചൈതന്യം പ്രവഹിക്കുക. ആദ്യത്തെ ദിവസം പ്രഭാഷണത്തിൽ ഞാൻ പറഞ്ഞു 20 കിലോമീറ്റർ ചുറ്റളവിലെ ചൈതന്യം. ഈ ക്ഷേത്രത്തില് ഇത് കിട്ടുന്നതോടെ ഇവിടെ ശത്രുക്കൾ എന്ന് പറഞ്ഞ വ്യക്തികളല്ലാട്ടോ മനസ്സിലാക്കിയോളൂ. നമ്മൾ ഈ ശത്രു പറഞ്ഞാൽ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലെ അഹങ്കാരം, ലോഭമാണ് അവിടെ കൂടുതൽ. ലോഭം എന്ന് പറഞ്ഞാൽ കാശിന്റെ തുടങ്ങില്ല. ഇവിടെ നിരവധി നിർമ്മാണ പ്രവർത്തനം നടക്കേണ്ടതുണ്ട്. കാരണം ഇത് പരമാവധി പ്രദർശന വരി ചുറ്റുമതില് ആ നാലമ്പലം എത്രയും പെട്ടെന്ന് നിങ്ങൾക്കത് പൂർത്തീകരിക്കാൻ സാധിച്ചാൽ 100% നടക്കും. നിരവധി അനുഭവങ്ങളാണ്. ഞാൻ എന്നോട് ചോദിച്ചാറ്, ഞാനൊരു സപ്താഹത്തിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ അടുത്ത വർഷത്തെ കൂടി മഴയിരിക്കുന്ന വഴിപാടില്
2026-27 ഫുൾ ബുക്കട 50,000 വെച്ച് ഓരോ ദിവസം ഓരോരുത്തർ 7 ആള്, ബാക്കി ഇഷ്ടംപോലെ വരുന്നുണ്ട് ഒരു ദിവസം. അതുപോലെ തന്നെ ഇത്തവണ പോയത് 5 കിലോ അന്നദാനം പുതിയശ്ശേരി ഇവിടെ അടുത്ത് തന്നെയാണ്, അന്വേഷിക്കാം. ചെറുമനങ്ങാട് മണ്ഡപമായി. കാരണം ക്ഷേത്രം എന്താണ്, ക്ഷേത്രത്തിൽ നിന്ന് എന്താണ് ഗുണം, എന്തിനാണ് ക്ഷേത്രത്തിൽ പോകുന്നത്, അത് മനസ്സിലാക്കിയവര് ക്ഷേത്രം വിട്ടു പോകില്ല. നമ്മളെന്താ ചെയ്യുമ്പോഴും എന്ത് കിട്ടും നല്ല ചിന്തിക്കണം. എത്ര കൊടുത്താലും വരട്ടിയത് നരസിംഹമൂർത്തി കളിക്കേണ്ടതല്ല. ഈ വിഷ്ണുവിനൂടെ തിരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ബ്രഹ്മ വിഷ്ണു മഹേശ്വരനെ കാറ്റും 33 മുക്കോടി ദേവന്മാരെ കാറ്റും മുകളിലാണ് നരസിംഹമൂർത്തി. ആ വിഷ്ണുവിനൂടെ അവതരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ വന്നങ്ങനെ ഏകദേശം ഞാൻ ശ്രദ്ധിച്ചില്ലേ, നല്ല വൈബ്രേഷനാണ്. നമ്മൾ നിരവധി അപ്പോൾ ഒരു കാര്യം ചെയ്യാം, എല്ലാവരും കൂടി നിങ്ങളുടെ മനസ്സിലുള്ള ശത്രുത എന്ന് പറയാം. ശത്രുത വെച്ചാൽ അവരവന്റെ ശത്രുവാര അവരവൻ തന്നെയാണ്. സപ്താഹത്തിന് പോകണമെന്ന് പറഞ്ഞാൽ പോകണ്ടേ, ഒരു മരമടുപ്പ് അഡിസ്റ്റം. അപ്പൊ അത് മാറ്റിക്കൊണ്ട് നിങ്ങളാൽ കഴിയുന്നത് ചെയ്യാം. സമ്പത്തല്ല നിങ്ങളിവിടെ വന്നാൽ ചെയ്തിരിക്കും. അപ്പൊ ക്ഷേത്രത്തിൽ ആഴ്ചയിൽ ഒരു ദിവസം ഇവിടെ ഒരു പ്രദർശനം നടക്കണം. എന്തായാലും ഇപ്പോഴുള്ള കമ്മിറ്റി നല്ല അഭിപ്രായം പറഞ്ഞത് സൂര്യവംശം വെളിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ മാസത്തിലൊരു ശരിക്കും പറഞ്ഞാൽ ഗീതാ ക്ലാസ്സൊക്കെ പഠിപ്പിക്കാൻ ഇഷ്ടംപോലെ കഴിവുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട്, ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അത് അമ്മമാരെ ചെയ്യണേ. ഇത് നിങ്ങളോട് അവനവന്റെ വീട്ടില് ക്ഷണിക്കേണ്ട കാര്യം ഉണ്ടെങ്കിൽ 20 കിലോമീറ്റർ ചുറ്റളവിലുള്ള പ്രദേശത്ത് താമസിക്കുന്ന ജനങ്ങള് അമ്പലത്തിൽ അങ്ങനെ നിയോഗിക്കണം. സപ്താഹം എന്തൊക്കെയാ ചെയ്യേണ്ടത് ചോദിച്ചവരും ഉണ്ട് കേട്ടോ. അത് ഞാൻ പറഞ്ഞ അഹങ്കാരത്തൊന്നും നോക്ക്. നമ്മുടെ ശിഷ്യ എന്നോട് വന്ന് ചോദിച്ചു എന്താ ഞാൻ ചെയ്യേണ്ടത് മാഷയെന്ന് ചോദിച്ചോടെ ഞാൻ പറഞ്ഞത് ചെയ്യിക്കുന്നു. അതെന്താ വെച്ചാൽ അവര് നിരവധി അനുഭവസ്ഥരാണ്. അപ്പോൾ നിങ്ങൾ നാളെ മുതൽ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഇവിടെ വരാം, ഒരു 3 പ്രദർശനം ചെയ്യാം. ഒന്ന് എന്തെങ്കിലും ചെയ്യണം. അവിടെ എത്ര നിർമ്മാണ പ്രവർത്തനമാണ് അവർ ആലോചിച്ചു. മറ്റു ക്ഷേത്രങ്ങളും നമ്മൾ പോയി നോക്കണം. എല്ലാ ക്ഷേത്രങ്ങളും പോയി വന്നുകൊണ്ടിരിക്കുകയാണ്, എല്ലാ ക്ഷേത്രങ്ങളും. ഇവിടെ ഞാൻ കണ്ടുകൊടുത്താലും ഇവിടെ ഈ ഏരിയയിലാണ്. അപ്പം ചെറുമനങ്ങാട് 4 വർഷം 4ാമത്തെ വർഷം ഞാൻ ആദ്യമായിട്ട് ചരിത്രത്തിൽ വടക്കേട തന്ത്രി പറഞ്ഞ ആളുകൾ പോയി കണ്ടാൽ മതിയാണ്. ആദ്യം കൃഷി ചെയ്ത ആദ്യത്തെ കറ്റ അർഗ ഭഗവാന നല്ല കാരണം വിഗ്രഹം ആ നാട്ടിലെ രാജകുമാരനാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരും പ്രവർത്തിക്കുക. അങ്ങോട്ട് കൊടുത്താൽ ഭഗവാൻ ഇരട്ടി തരും. വേറെ നിരവധി ഭക്തജനങ്ങൾ നല്ല കാര്യങ്ങൾ നിരവധി ചെയ്തിട്ടുണ്ട് ഇവിടെ. കാരണം ഞാൻ കുറഞ്ഞല്ല, ഞാൻ ഈ തട്ടകം ഒരു അതിഥിയല്ല. അത് ഞാൻ വന്ന വഴിക്ക് പറഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് ഈ സപ്താഹത്തെക്കുറിച്ച് ആർക്കെങ്കിലും കേട്ട ആൾക്കാർക്ക് പറയാനുള്ളൊരു അവസരമാണ്. ഒരു നന്ദി പറഞ്ഞ് പോവാണ്. ആരെങ്കിലും ഉണ്ട് മഞ്ഞൾ പറഞ്ഞാൽ അതിപ്പോ പറഞ്ഞു എല്ലാ നല്ലവരായ ഭക്തനും നമുക്കിവിടെ ഭാഗവത ആചാര്യൻ്റെ ഈ ഭാഗവതം കേൾക്കാൻ വന്ന എല്ലാവർക്കും വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് നമുക്ക് ആചാര്യൻ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പോൾ അത് വളരെ മധുരമായി ലളിതമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. കാരണം ആചാര്യൻ്റെ വാക്കുകളിൽ നമ്മളോട് എത്ര കണ്ട് സന്തോഷത്തോടു കൂടിയാണ് അദ്ദേഹം നമ്മളെ പറഞ്ഞ് അത് മനസ്സിലാക്കി തന്നെന്ന് എനിക്ക് പറയാതിരിക്കാൻ വയ്യ. കാരണം എല്ലാ സപ്താഹത്തിലും ചെന്ന് ശ്രീമദ് ഭാഗവതാണ് നമ്മൾ സാധാരണ കേൾക്കാറുള്ളൂ. ഇവിടെ ആദ്യത്തെ ദിവസം വന്നപ്പോൾ തന്നെ ബുക്കുമായി ഞാൻ വന്ന സമയത്ത് പറഞ്ഞു അയ്യോ അതല്ല കേട്ടോ, മഹാഭാഗവതാണ്, ശ്രീമദ് മഹാഭാഗവതാണ് വായിക്കുന്നത്. അപ്പോൾ എൻ്റെ മനസ്സിന് വലിയൊരു സന്തോഷം ഉണ്ടായി. കാരണം എന്താ, ഞാൻ 2 കൊല്ലമായി എൻ്റെ കയ്യിൽ മഹാഭാഗവതം എനിക്ക് മോൻ വാങ്ങി തന്നിട്ടുണ്ട്. പക്ഷെ ആ മഹാഭാഗവതം ഞാൻ അന്ന് തൊട്ട് ഇന്നേ വരെ രാവിലെ വിശദമായിട്ട് കുറച്ച് നേരം അത് വായിക്കും, വൈകിട്ടും വായിക്കും. പക്ഷെ ഇതിൻ്റെ ഉള്ളടക്കം മലയാളമാണ്, നമുക്കെല്ലാം മനസ്സിലാക്കാൻ വായിക്കാം. പക്ഷെ അത് കുറച്ചും കൂടി ഒരു നല്ലൊരു ആചാര്യൻ്റെ അടുത്തുനിന്ന് നമുക്കത് മനസ്സിലാക്കുക എന്ന് പറയുമ്പോൾ എനിക്ക് പറയാതിരിക്കാൻ വയ്യ. അത് വലിയൊരു സന്തോഷം. അതും നമ്മുടെ വേളാട്ട് നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ ഇത്രയും നല്ലൊരു ഭാഗവത സപ്താഹം ഞാൻ ഇവിടെ വന്നു തുടങ്ങിയതിൻ്റെ ശേഷം എനിക്ക് ഇത്രയും നല്ലൊരു ഇതിൽ കേൾക്കാൻ സാധിച്ചത് ഞാൻ എൻ്റെ പേരിലും ഇവിടെ കൂടി എല്ലാ ഭക്തരുടെ പേരിലും
ഞാൻ നന്ദി അറിയിക്കുകയാണ്. കാരണം അതിൽ കൂടുതൽ എനിക്ക് പറയാനുള്ളത് ഇതിൻ്റെ സംഘാടകർ, ഈ അമ്പലത്തിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഇതിൻ്റെ പ്രസിഡന്റ്, സെക്രട്ടറി, മറ്റെല്ലാ ജീവനക്കാരോടും എനിക്കും എൻ്റെ കൂടെ എല്ലാ ഭക്തരുടെ പേരിലും ഞാൻ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുകയാണ്. കാരണം അവരുടെ സേവനം മറക്കാതിരിക്കാൻ വയ്യ. കാരണം പറഞ്ഞേ പറ്റൂ അത്. കാരണം അത്രയും നല്ലതിലാണ് അവർ നമ്മളോട്. എനിക്ക് ഒരു വിഷമം ഉണ്ടായില്ല. ഇവിടെ വരുമ്പോൾ എത്ര സ്നേഹത്തോടു കൂടിയുള്ള ആ ഒരു ഇതാണ്. ഈ കൊമ്പടിക്കും മണ്ണിൽ നമ്മൾ കാൽ വെക്കുമ്പോൾ ഭഗവാനെ എന്നുള്ള ആ ഒരു ഇതിൽ നമുക്ക് ഈ പുണ്യഭൂമിയിൽ നിങ്ങളെല്ലാവരും ഭാഗവതം കേൾക്കുമ്പോൾ എല്ലാവർക്കും വന്നിട്ട് അത് കേൾക്കണം. ഒരു ദിവസം പോയില്ലെങ്കിൽ നഷ്ടമായിട്ടാണ്. എനിക്കിപ്പോൾ ഇന്ന് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ എന്താണ് കഴിഞ്ഞത് മാത്രമല്ല, നമുക്കിവിടെ ഭഗവാന്റെ എല്ലാ സാന്നിധ്യവും ഇവിടെ ഉണ്ട്. നമ്മളോടൊപ്പം നമ്മൾ മനസ്സിലാണ് ഭഗവാൻ, മനസ്സിലാവട്ടോ. അപ്പോൾ നമ്മൾ ഭാഗവതം കഴിഞ്ഞാൽ എന്താണ് ഇപ്പം ഇത്രയും ദിവസം നിങ്ങൾക്ക് എന്ത് കിട്ടി, എന്തിനാ അപ്പം എന്ത് കണ്ടുകഴിഞ്ഞ് ഓടെ എന്നൊക്കെ ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. പക്ഷെ ആ ചോദ്യത്തിൻ്റെ പിന്നിൽ എന്താണ് അർത്ഥം? ഭഗവാൻ ആചാര്യൻ അത് പ്രത്യേകിച്ച് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. നമ്മളുടെ ആ കഥ നന്നായിട്ട് നമ്മൾ ശ്രമിച്ചു. എന്താ അവസാന ഭാഗം വരെ എനിക്കത് കേൾക്കാനും എൻ്റെ ബുക്ക് കൊണ്ടുവന്ന് പൂജിക്കാനും ഒക്കെ സാധിച്ചു. അപ്പം അത് ഭഗവാന്റെ കഴിവ്. ഞാൻ ഇവിടുത്തെ ദേവന്റെ കഴിവ് മാത്രം. പിന്നെ പോരാത്തത് ഇവിടെ ഞാൻ പ്രശ്നം വെക്കുന്ന സമയത്ത് കഴിഞ്ഞ വർഷം ഞാൻ ഉണ്ടായിരുന്നു ഇവിടെ. ഞാൻ കേൾക്കാൻ പ്രശ്നം എന്താണ് അമ്പലത്തിലത്തെ എന്നുള്ളത് അറിയാനൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ അന്ന് വന്നു കഴിഞ്ഞപ്പോൾ പ്രശ്നം തുടങ്ങി. അപ്പോൾ അറിയാത്ത ഒരാൾ വന്ന് അവർ പ്രശ്നം വയ്ക്കുമ്പോൾ അവിടെ പറഞ്ഞെന്താ, ഈ അമ്പലത്തില് ദേവനെ പ്രീതിപ്പെടുത്താൻ സംഗീതം, കല, അങ്ങനെയുള്ള മറ്റു പരിപാടികളൊക്കെ ഇവിടെ വേണമെന്ന് പറഞ്ഞു. പക്ഷെ നമുക്ക് ദൈവമായിട്ട് കൊടുന്നു വന്ന ഒരാളായിട്ടാണ് ഈ ഭാഗവത ആചാര്യനെ ഇവർക്ക് വിളിക്കാൻ തോന്നി. അത് സത്യം. പക്ഷെ ആചാര്യനെ തോന്നിയത് ഭാഗവതം പറഞ്ഞാൽ തന്ന് പോയാൽ മതി. അത് ശരിയല്ല. എല്ലാവർക്കും അതല്ലേ കേൾക്കണുള്ളൂ. അതിൻ്റെ ഇടയിൽ 2-3 കീർത്തനമൊക്കെ നമുക്ക് കേൾക്കാം. പക്ഷെ ഇവിടെ എന്താണ് ഉണ്ടായത്? ഭഗവാനെ തൃപ്തിപ്പെടുത്താൻ നല്ല ഭക്തിയായിട്ടുള്ള സന്ധ്യാനേരത്തും ഇടവിട്ട് അവർക്ക് ഭക്തി ഗാനമായിട്ടാണ് നമ്മളെ ആസ്വദിപ്പിച്ച് തരുന്നത്. അപ്പോൾ അതെന്തൊരിത്, അത് ഭഗവാൻ ഇഷ്ടമുള്ളത് അതായിരുന്നു. അപ്പോൾ അത് അതിൻ്റെ കൂടെ കിട്ടിയപ്പോൾ എനിക്ക് പറയാതിരിക്കാൻ വയ്യ. അതൊരു വലിയൊരു മഹത്തായ അനുഭവമായിട്ട് നമുക്ക് എല്ലാവർക്കും മാറട്ടെ. കാരണം ഇനിയും നിങ്ങളിവിടെ ഇപ്പം പറഞ്ഞ പോലെ തന്നെ പിന്നെ വരാതിരിക്കാൻ പാടില്ല. അല്ല, നമുക്ക് എപ്പോഴും എത്തിയെന്നൊന്നും വരില്ല. എങ്കിലും ശരി, അമ്പലത്തിൻ്റെ പുരോഗമനം ഇനിയും വളരട്ടെ. അതിൻ്റെ സംഘാടകരോട് കൂടുതലായിട്ട് ഞാൻ നന്ദി അറിയിക്കുകയാണ്. എത്രയും നല്ലൊരു സ്വീകരണം എല്ലാവിധ അതും കഴിഞ്ഞ വർഷത്തെ സംബന്ധിച്ച് ഈ വർഷം എനിക്ക് വളരെയധികം, ഞാൻ എല്ലാ വർഷവും ഗുരുവായൂർ ശ്രീകൃഷ്ണ ജയന്തിക്ക് പോയിട്ടാണ്. ഞാൻ ഇന്നലെ അത് അത്യാവശ്യത്തിന് അവിടെ പോയി എല്ലാം സമർപ്പിച്ച് ഞാൻ പോകുന്നു. കാരണം എനിക്ക് ഇവിടെ നമ്മുടെ ദേശത്തിൻ്റെ അടുത്തുള്ളതല്ല, ഈ ദേശത്ത് നടക്കുന്ന സംഭവത്തിന് നമ്മൾ അതിനൊരു മൂല്യം കൊടുക്കണം. അതാണ് വേണ്ടത്. എത്താൻ മാക്സിമം പറ്റുകയാണെങ്കിൽ നമ്മൾ എങ്ങനെയെങ്കിലും എത്തിപ്പെടണം. ഭാഗവതം ഒരു ദിവസം പോലും കേൾക്കാതെ പോയാൽ സങ്കടമായിട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എവിടെ ഉണ്ടോ അതെല്ലാം മുഴുവൻ എങ്ങനെയെങ്കിലും അറ്റൻഡ് ചെയ്ത് കേൾക്കുന്ന ആളാണ്. അതുകൊണ്ട് എനിക്ക് കൂടുതൽ അറിയില്ല. പിന്നെ ഇവിടെ വന്നു എനിക്ക് ഭഗവാന്റെ മുന്നിൽ നിർത്താം എൻ്റെ ഒരു ഹോബിയാണ്. കാരണം എനിക്ക് എവിടെ പാട്ട് കേൾക്കുന്നോ ഭഗവാന്റെ പാട്ട് കേൾക്കുമ്പോൾ ഞാൻ അവിടെ ആടും. കാരണം അത് അറിഞ്ഞിട്ടല്ല, അതെന്താ പറയുക, നീ ചെയ്യ് എന്ന് എൻ്റെ ഒരു പ്രേരണ, മനസ്സിലാക്കണം. അപ്പോൾ ആ പ്രേരണയിൽ ഞാൻ ഭയങ്കര പോകും. കണ്ണനല്ലേ, നമുക്ക് വീട് പോകും നമ്മൾ. അങ്ങനെയാണ് എനിക്ക്. അപ്പോൾ എല്ലാവരോടും ഇവിടെ വന്ന ആചാര്യനോടും മറ്റു 3 പേരോടും എനിക്ക് ഹൃദയം പറഞ്ഞ് ഞങ്ങളുടെ എല്ലാവരുടെ പേരിലും ഞാൻ നന്ദി അറിയിക്കുകയാണ്. വളരെ സന്തോഷത്തോടു കൂടി തന്നെ നമുക്ക് കേൾക്കാൻ സാധിച്ചത്. ഇവിടെ 4 പേരെ കൂടെ നമ്മുടെ മഹാഗ്രന്ഥമായ ആ ഭാഗവതം വായിച്ച് തീർത്തു എന്ന് പറയും. വായിച്ച് തീർത്തു എന്ന് പറയില്ല, ഇവിടെ വായിച്ച് തീർത്തു എന്നാണ് പറയുന്നത്. കാരണം ഭാഗവതം ഒരു തോടുമായിട്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതാണ് ഭാഗവതം എന്ന് വെച്ചാൽ. കാരണം നമ്മുടെ പ്രപഞ്ചത്തിൻ്റെ നാഥനായ ശ്രീ ഗുരുവായൂരപ്പൻ ദക്ഷിണായനത്തിൽ നിന്ന് ഉത്തരായണത്തിലേക്ക് 4 പേരെയും ഇങ്ങോട്ട് അയച്ചിരിക്കുകയാണ് ഭാഗവതം വായിച്ചു തീർക്കുവാനായിട്ട് ഇവിടെ. കാരണം ഇവിടെ നരസിംഹമൂർത്തി ഭഗവാന്റെ നേരെ ദക്ഷിണായനത്തിലാണ് ഭൂമിയിലെ വൈകുണ്ഠനാഥനായ ശ്രീ ഗുരുവായൂരപ്പൻ സ്ഥിതി ചെയ്യുന്നത്. അമ്മമാരെ അറിയണം എല്ലാവരും. ശ്രീമദ് ഭാഗവതം 59ാമത്തെ ശ്രീമദ് ഭാഗവതത്തിലാണ് ഞാൻ പങ്കെടുത്തിരിക്കുന്നത്. പ്രപഞ്ചം മുഴുവന്മാറ് ഇവിടെയാണ് ഞാൻ
ഭാഗവതം ഇപ്പോൾ അവസാനിപ്പിച്ചിട്ട് കണ്ടിട്ടുള്ളത് ഇന്നലെ 1 മണിയായി ഞാൻ ഉറങ്ങുമ്പോഴേ. കാരണം ഈ ഭാഗവതത്തിൻ്റെ കാര്യങ്ങളെ പറ്റി ഞാനിങ്ങനെ ആലോചിച്ചിരിക്കുമ്പോൾ വീട്ടിലുള്ള ചോദിച്ചു, അച്ഛൻ എന്താ ഉറങ്ങാത്തത്? അച്ഛൻ അപ്പോൾ നമ്മുടെ പത്നി പറഞ്ഞു, ഭാഗവതത്തിൻ്റെ കാര്യങ്ങൾ കൈകൊണ്ടൊക്കെ കാട്ടിയിട്ട് കിടക്കുകയാണെന്നുള്ളതാ എന്ന് പറഞ്ഞു. പക്ഷേ അതിൽ ആചാര്യൻ പറഞ്ഞ ഒരു കാര്യം ഒരു ഓർമ്മയിലുണ്ട്. ആരും ഇന്നേവരെ ഒരു ആചാര്യന്മാരും പറഞ്ഞിട്ടില്ല. രാമായണത്തിലെ ഒരു ശ്ലോകമായ രാമം ദശരഥം എന്നുള്ള വാക്യം ഭഗവാൻ പറഞ്ഞത് കേട്ടു 2 ദിവസം മുമ്പ്. അത് വലിയൊരു പ്രധാനപ്പെട്ട ശ്ലോകമായിരുന്നു. സുമിത്രാദേവി പറഞ്ഞു കൊടുത്തതാണ് ലക്ഷ്മണദേവന്. അത് അമ്മമാർ മറക്കണ്ട. എല്ലാവരും രാമായണം ഭാഗവതം വായിച്ച് പഠിക്കണം. ഓരോ വീട്ടിലും ഒരു ശ്ലോകമെങ്കിലും വായിച്ചു തീർക്കണം. മേൽപ്പത്തൂരിൻ്റെ കാര്യം പറഞ്ഞതുപോലെ വാതരോഗം മാറ്റിയതാണ് ഭഗവാൻ നാരായണീയം വായിച്ചിട്ട്. അപ്പോൾ എല്ലാവരും അടുത്ത വർഷം ആകുമ്പോഴേക്ക് ഭാഗവതം വായിച്ച് തീർക്കണം. അതാണ് നമുക്ക് പറയാനുള്ളത്. ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തട്ടെ. ഞങ്ങളൊരു നാരായണിക സമിതിയുണ്ട്, മാതൃസമിതി. അപ്പോൾ അതിൻ്റെ പേരിൽ ഞങ്ങളെല്ലാവരും കൂടി ആചാര്യൻ്റെ അടുത്ത് നന്ദി അറിയിക്കുകയാണ്. കാരണം ഞങ്ങൾക്ക് ഇനിയും നന്നായിട്ട് അത് ചെയ്യാനും അതിൻ്റെ ക്ലാസ്സുകൾ നേരെ എടുക്കാനെല്ലാം സാധിക്കട്ടെ. അപ്പോൾ ഭഗവാനിൽ എല്ലാം അർപ്പിച്ചുകൊണ്ട് നമ്മളിവിടുന്ന് പോകുമ്പോൾ ഭഗവാൻ നമ്മുടെ ഹൃദയത്തിലുണ്ടെന്ന് വിശ്വാസത്തോട് കൂടിയിട്ട് ഇതാ പോവുകയാണ് കേട്ടോ. അത് എൻ്റെ ഗുരുവായൂരപ്പം വന്നാലും പറയുന്നില്ല. അച്ഛനും കൂടി ചോദിച്ചു കൊടുത്തു. എനിക്ക് ഒരാൾ തന്നതാ. ഭയങ്കര വാത്സല്യമുള്ള മുഖട്ടാ. ഇത് കൊടുക്കില്ല കേട്ടോ. ആയിക്കോട്ടെ. ഇത് 10,000 വരെ തോന്നി കൊടുത്തില്ല. കാരണം എന്താ പറയുക, നമ്മുടെ ഇതാണ് നളിനിയല്ല, എന്താ രഘുനാഥ് ഗുരുനാഥ ഭയങ്കര ഓമനത്തോട്ടോ. ഇതിന് ആ പ്രതിമയ്ക്ക് ഭയങ്കര ഒരു ഓമനത്തുണ്ട്. അല്ല, അമ്മയുടെ കണ്ണങ്ങനത്തല്ലേ, അമ്മയുടെ കണ്ണല്ലേ. സത്യം.